ശ്രീ പി ജെ വിൻസെന്റ് കൂടി ചേരുകയാണ്. വിദേശകാര്യ രംഗത്തെ വിദഗ്ധൻ ശ്രീ പി ജെ വിൻസെന്റ്. ഒരു വെടിനിർത്തൽ കരാർ 5 മണിയോടുകൂടി നിലവിൽ വന്ന കരാറാണ്. 5 മണിക്കൂറിന്റെ പോലും ആയുസ് ഉണ്ടായില്ല. വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ വന്ന വാർത്തയ്ക്കിപ്പുറം ഇപ്പോൾ അതിർത്തികൾ ശാന്തമാണ്, സമാധാനപരമാണ് എന്നുള്ളത് കൂടി ഉണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് നിലവിലെ സ്ഥിതിഗതികൾ വീക്ഷിക്കുമ്പോൾ? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തരി അല്ലല്ലോ. കരാറുകൾ ഉണ്ടാക്കുകയും വെടിനിർത്തൽ കരാറുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 1972 സിംല കരാറിന് ശേഷവും നിരന്തരമായി അവർ ലംഘിച്ചു വരികയാണ്. പക്ഷെ ഇതിൽ കോമാളിയായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് കംപ്ലീറ്റ് സീസ് ഫയർ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഒരു അഭിനന്ദനം കൂടെ പറഞ്ഞു. ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള ആളുകളുടെ കോമൺ സെൻസ് ആൻഡ് ഗ്രേറ്റ് ഇന്റലിജൻസ്, ഈ 2 വാക്കാണ് ഉപയോഗിച്ചത്. ഏതായാലും കോമാളിയായത് ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 48 മണിക്കൂറായി ഞങ്ങൾ ഒരു സീസ് ഫയറിന് വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം അത് സംഭവിച്ചു. ഫുൾ ആൻഡ് കംപ്ലീറ്റ് സീസ് ഫയർ, ഇമ്മീഡിയറ്റ് സീസ് ഫയർ. പക്ഷേ അത് സംഭവിച്ചില്ല. പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ചു, ഷെൽവർഷം നടത്തി, ഡ്രോൺ അയച്ചു. അത് ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റിലും വന്നിരുന്നു. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതുകൊണ്ടാണ് അത് സംബന്ധിച്ചുള്ള ഒരു കമന്റ് പറയാൻ പോലും നമുക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മിശ്രി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്തായാലും ശക്തമായ റിട്ടാലിയേഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഒരുപക്ഷെ ഒരു സംഘർഷം അവസാനിക്കും എന്ന് തോന്നലുണ്ടായിടത്തു നിന്നാണ് വീണ്ടും ഒരു എസ്കലേഷന്റെ സാധ്യത വരുന്നത്. അത് സങ്കടകരമാണ്. പക്ഷെ എങ്കിലും ഇപ്പോ ഈ ശ്രീനഗറിൽ നിന്നും അതുപോലെ മറ്റു മേഖലയിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അത് ചില മൈനർ സ്കിർമിഷസ് ആണ്. അത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ സ്വിച്ചിട്ട യന്ത്രം പോലെ അത് ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി വിക്രം മിശ്രി മുൻകൂർ ജാമ്യം എടുത്തതാണോ എന്നും അറിയില്ല. എന്തായാലും വളരെ ശക്തമായ സ്ട്രോങ് ആയി അപലപിക്കുന്ന, ബോധപൂർവം ഈ വെടിനിർത്തൽ ലംഘിച്ച പാകിസ്ഥാനോട് പ്രതികാരം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ അല്ല മിശ്രയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി സ്വാഭാവികമായി ഒരു വെടിനിർത്തൽ നിലവിൽ വരുന്നതിന്റെ ഭാഗമായി മഴ പെയ്ത് തോറുമ്പോൾ കുറച്ചു നേരത്തേക്ക് മഴ പെയ്യുമല്ലോ. അങ്ങനെയുള്ള ചില സംഗതികളാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. യുദ്ധം നിൽക്കും എന്നുള്ള ഒരു സന്തോഷം യഥാർത്ഥത്തിൽ പങ്കുവെച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിനിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. സൈനിക നീക്കവും അല്ലെങ്കിൽ സർവൈലൻസും ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. അതെല്ലാം സൈന്യം 100% അലർട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഷെൽവർഷമോ വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ പോർ വിമാനങ്ങൾ അതിർത്തി കടന്ന് ബോംബിടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന നിലയിൽ ഇന്ത്യൻ സൈന്യം ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭീതിക്ക് യാതൊരു വകയുമില്ല. ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ അലേർട്ടായി നിൽക്കുന്നുണ്ട്. തരുമ്പും പേടിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ഒരു പൗരനുമില്ല. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ പോകുന്നതിലുള്ള സങ്കടപ്പെട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു സമാധാനം പുലരുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം, യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത് തുടങ്ങിയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് ഇത് സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.